അപ്പൊ വഹി നിലച്ചതിന്റെ ശേഷം ആദ്യമായി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങുന്ന വചനം ഏതാണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആദ്യം ഇറങ്ങിയത് ഏതാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പല ആളുകളും മനസ്സിലാക്കിയത് ഈ ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന സൂറത്ത് ഫുള്ളും ഹിറാ ഗുഹയിൽ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയല്ല, ഇത്രയും ആയത്ത് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് ഇറങ്ങുന്നത് ഏതാ? ഈ ഇടവേളക്ക് ശേഷം യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിലെ വചനങ്ങളാണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, പിന്നെ എങ്ങനെ ഇതാ സൂറത്തിന്റെ ഇഖ്റ ബിസ്മിയിൽ പിന്നെ കുറേയും കാണുന്നുണ്ടല്ലോ, വേറെയും ഇഖ്റ ബിസ്മിയിൽ കാണുന്നുണ്ടല്ലോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോ സഹാബിമാരോട് പറയും, ഇതിന്റെ ഭാഗത്ത് എഴുതണം, ഇതിന്റെ ഭാഗത്ത് ചേർക്കണം, ഇതിന്റെ ഭാഗത്ത് ചേർക്കണം, ഇതിന്റെ ഭാഗത്ത് ചേർക്കണം. അങ്ങനെ പിന്നീടാണ് ഓരോ വചനങ്ങളുടെയും അവതരണത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് ഏത് സൂറത്തിൽ എവിടെ ഇത് ചേർക്കണം എന്ന നിയമങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ ശേഷമാണ് പിന്നീട് ഇതിന്റെ ക്രോഡീകരണവും കോർവയും അതിന്റെ തെർത്തീബും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്വാഭാവികമായും പ്രാഥമികമായി പലപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് തുടങ്ങുന്ന 5 ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ രണ്ടാമത് ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങി വറുജ്സ ഫഹ്ജുർ എന്ന് വരെയാണ്. അതിന്റെയും ബാക്കി അപ്പോഴും ശേഷം ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇങ്ങനെ കുറേശ്ശെയായിട്ടാ ഖുർആൻ ഇറങ്ങി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് എഴുതി വെക്കാൻ പറയും. അവരെഴുതി വെക്കും. പിന്നീട് കുറെ കഴിഞ്ഞ ശേഷം ഓരോന്ന് ഏത് ഭാഗത്ത് എവിടെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് പിന്നെ നിർദ്ദേശം കൊടുക്കും. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ഈ തർത്തീബ്. അവൽ സൂറ ഫാത്തിഹ, അവസാന സൂറ സൂറത്തുൻ നാസ്, ഈ 114 അധ്യായങ്ങളുടെ തർത്തീബും ക്രമീകരണം ഒക്കെ ആര് പറഞ്ഞു കൊടുത്ത തന്നെയാണ്? അള്ളാഹു അവന്റെ റസൂലിന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് അതിന്റെ ക്രോഡീകരണവും അതിന്റെ തർത്തീബും ഒക്കെ ക്രമീകരണവും ഒക്കെ ഉണ്ടായി തീർന്നിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇത് കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറൊരു സന്ദർഭത്തിലും വഹി കുറച്ച് ദിവസത്തേക്ക് നിന്നിട്ടുണ്ട്. അതൊരു 2-3 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. 2-3 ദിവസം മാത്രമാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇങ്ങനെ വഹി വരാത്തായപ്പോ മുശ്രിക്കീങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. ഖദ് വദ്ദഅ മുഹമ്മദൻ റബ്ബുഹു, മുഹമ്മദിനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന റബ്ബൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. മുഹമ്മദിനൊന്നും ഇപ്പൊ വേണ്ട. മുഹമ്മദിനെ റബ്ബ്, അവൻ പറയുന്ന അവന്റെ റബ്ബ് ഇപ്പൊ മുഹമ്മദിനെ കൈയൊഴിച്ചിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ഒഴിവാക്കിയിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചക മനസ്സിൽ വേദനയുണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്തിയപ്പോൾ ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇളയുച്ചയെ തന്നെയാണ് സത്യം, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രിയെ സംബന്ധിച്ച് പറയുന്നു, അതിനെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്റെ റബ്ബ് നിന്നോട് ഈർഷ്യതയും വെറുപ്പും കാണിച്ചിട്ടില്ല. അതും ഇതും ഒന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പല ആളുകളും. വഹി നിലച്ചതിന്റെ ശേഷം, ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന വഹി നിലച്ചതിന്റെ ശേഷം നബിതങ്ങൾക്ക് പിന്നീട് വഹി വരാൻ തുടങ്ങിയത് വദ്ദുഹാ വല്ലൈലി മുതൽക്കാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. രണ്ടും 2 സന്ദർഭമാണ്. ഇഖ്റ ബിസ്മി അവതരിച്ചതിന്റെ ശേഷം പിന്നീട് പ്രവാചകൻ ആദ്യം വന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.